എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഒരു ഈവനിങ് വ്ളോഗ് എനിക്ക്. അപ്പോൾ എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോവാണേ. ആദ്യമായിട്ട് പോവാണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി. അപ്പം ഇന്ന സ്ഥലത്തൊരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട്. ധന്വന്തരി മൂർത്തിയുടെ രൂപത്തിലാണ് അതുള്ളത് നമ്മളിങ്ങനെ അറിഞ്ഞു. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഭയങ്കര സന്തോഷമായി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാലോ എന്ന് കരുതിയിട്ട്. അഥവാ പ്രജിക്ക് വരാൻ പറ്റിയില്ലല്ലോ, എനിക്കായാലും പോവാലോ എന്നൊരു സന്തോഷത്തിലാണ് ഞാനിന്ന് പോകുന്നത്. പക്ഷേ ഞാൻ ആ വഴി പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രജിക്ക് ഡ്യൂട്ടിയുടെ ഒരു തിരക്കൊണ്ട് നമുക്ക് എന്തായാലും എത്താൻ വൈകുമല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഒരു 7 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സാധാരണ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നത് അമ്പലത്തിലൊക്കെ പോകണമെങ്കിലേ. അപ്പോൾ ഇന്നൊരു 7 മണിയായിട്ടുണ്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഈ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരാൾ പറഞ്ഞു, പ്രജിയോട് പറഞ്ഞു ഷർട്ടൊന്നും അയക്കണ്ട, കയറിക്കോളൂ പറഞ്ഞു. അവിടെ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ പൈസ ഇട്ടിട്ട് നമുക്ക് നെയ്വിളക്ക് എടുക്കാം. ഒരു 10 രൂപയാണ് ഒരെണ്ണത്തിന്. വേണ്ടിയവർക്കേ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എനിക്കവിടെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ പുറകിൽ നിന്നിട്ട് കീർത്തനങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഒന്ന് കേട്ടു നോക്കൂ. നമോ നമസ്തേ നവഭക്തവത്സല നമോ നമസ്തേ കരുണാപയോനിതേ മംഗളം കുരു സർവത്ര സർവദാ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു നല്ല പ്രായമുള്ളൊരു അപ്പൂപ്പനാണ് അവിടെ പാടുന്നത്. കൂടെ അടുത്ത ആൾ, ഒരാൾ പാടുന്നു, അടുത്ത ആൾ മന്ത്രം കൂടെ ഇങ്ങനെ പാടുന്നു. 2 പേരങ്ങനെ പാടിക്കൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. കാരണം ഇപ്പോഴത്തെ എല്ലാ നാടുകളിലുള്ള അമ്പലങ്ങളിലും എന്താണ് മൈക്ക് സെറ്റ് വെക്കും. നമ്മൾ അമ്പലം തുറക്കുമ്പോൾ തന്നെ മൈക്ക് വെച്ച്, എൻ്റെ അമ്പലത്തിൽ ഉൾപ്പെടെ പാട്ടിങ്ങനെ വെക്കും. പക്ഷേ അതാ ഇവിടെ കണ്ടോ, ഈ അപ്പൂപ്പന്മാരിങ്ങനെ പാടുകയാണേ. അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരമ്പലം. നമുക്ക് മുടി ഇങ്ങനെ കെട്ടിയിട്ട് കയറണം, അതല്ലെങ്കിൽ ആണുങ്ങൾ ഷർട്ട് ഊരണം, അതല്ലെങ്കിൽ എന്താണ് ചുരിദാറിട്ട് കയറി, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഒന്നും ഇല്ലാത്തൊരമ്പലം. എനിക്ക് എന്തോ ഭയങ്കര ഒരു സൂപ്പർ ഫീലിംഗ് തോന്നി അവിടെ ചെന്നപ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ ഇനി കുറച്ച് വിഷ്വൽസ് കാണില്ല, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം ധന്വന്തരി മൂർത്തി, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരി മൂർത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഞാൻ അകത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പിക്ചർ കാണിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ധന്വന്തരി മൂർത്തിനെ അറിയാലോ, പാലാഴി മദനത്തിൻ്റെ സമയത്ത് വന്നതാണ്. ധന്വന്തരി മൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദ മരുന്നുകളുടെ ഒക്കെ ദേവനായിട്ടാണ് പറയുന്നത്. അസുഖമൊക്കെ ഉള്ളവർ പ്രാർത്ഥിച്ചാൽ മാറും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണുകയും പോകുകയാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, അവിടെ ചെന്നപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രദക്ഷിണം വെച്ച് ചന്ദനം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ഒരമ്മമ്മ അവിടെ ഇരുന്ന് മാല കെട്ടുന്നു. അപ്പം അമ്മമ്മ മാല കെട്ടുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മമ്മ സൈഡ് മാറി തന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ ഇന്ന് അവിടെ ഇരുന്നേക്കാം, അല്ലാതെ നമ്മൾ ഇരിക്കാൻ വേണ്ടി പോയതൊന്നും അല്ല. അമ്മമ്മ ഇങ്ങനെ സൈഡ് മാറി കുറച്ച് നീങ്ങി ഇരുന്നപ്പം അവർക്ക് തോന്നിക്കാണ് ഞാൻ ഇരിക്കാൻ വന്നതാണെന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങി പോരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അമ്മമ്മ മാറിയ സ്ഥിതിക്ക് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു തിരുമേനി വന്നിട്ട് പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു. നമ്മളവിടെ ഇരുന്നു. പ്രജി എൻ്റെ അടുത്തിരുന്നു, ശംഭു എൻ്റെ അടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പം ഈ കീർത്തന മന്ത്രം ചൊല്ലി അപ്പൂപ്പൻ അവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ കയറിയിരുന്നു. അവിടെ ഒരു പാത്രത്തിൽ നിറയെ കൈമണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അപ്പൂപ്പൻ എടുത്ത് കൈമണി കൊട്ടാൻ തുടങ്ങി. അപ്പോൾ കൂടെയുള്ള ഒരു അപ്പൂപ്പൻ വന്നു. ആ അപ്പൂപ്പനും വന്നിട്ട് കൈമണി തൊട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ പാടാൻ തുടങ്ങി. കേട്ടു നോക്കൂ. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വിഷുവിനുള്ള വിഷുക്കോടിയെല്ലാം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാ. ഞാൻ അവിടെ ഒരു ഇരിപ്പങ്ങിയിരുന്നു. ഞാനും പ്രജി ശംഭുവും അവിടെ വരുന്നവരെല്ലാവരും അങ്ങനെ ഇരുന്നു കേട്ടോ. അവിടെ നിന്ന് പുള്ളി പാടുന്നുണ്ട്. അപ്പോൾ ഉണ്ട് വേറൊരു അതേ പ്രായമുള്ളൊരു അപ്പൂപ്പൻ വരുന്നു. അപ്പൂപ്പനല്ല, ഒരു അങ്കിൾ, ആ ഒരു ഏജുള്ള ഒരാൾ വരുന്നു. വന്നിട്ട് പുള്ളിയുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗും കൊണ്ട് അവിടെ കയറിയിരിക്കുന്നു. പുള്ളിയുടെ കൂടെ ഒരു ലേഡിയും വരുന്നുണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. മേ ബി വൈഫായിരിക്കാം, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം. അവർ വരുന്നുണ്ട്. അവരും വന്നു. അവർ അമ്പലത്തിൽ തൊഴുതു. ജസ്റ്റ് അതുപോലൊരു മാറ്റ് എടുത്തിട്ട് അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആൻറ്റി പോയിട്ട് ഒരു കൈമണി എടുക്കുന്നു. ഈ അങ്കിൾ ഈ പെട്ടി തുറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാമോ, ഒരു ഹാർമോണിയം. അപ്പോൾ പുള്ളി ഇത് കൊണ്ടുവന്നു. എന്നിട്ട് പുള്ളി ഇവരുടെ കൂടെ ഇരുന്ന് പാടാൻ തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ ആ ഹാർമോണിയം കൂടെ വായിച്ചിട്ട് പാടാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെയൊക്കെ ഏജിലുള്ളൊരു സ്ത്രീ വന്നു, ഒരു ലേഡി വന്നു. അവരുടെ കയ്യിൽ ഒരു ബാഗുണ്ട്.
കുറച്ച് ഇതൊന്നും അറ്റ് എ ടൈം നടക്കുന്ന സംഭവങ്ങളല്ല കേട്ടോ, കുറച്ച് സമയത്തിന് ഗ്യാപ്പുണ്ട്. അപ്പോൾ അവർ വരുന്നു, ആദ്യം ഒരു കുഞ്ഞു മോൾ, ഒരു 5 വയസ്സ് 4 വയസ്സുള്ളൊരു മോൾ ഓടി വരുന്നു, അമ്പലത്തിലെല്ലാം തൊഴുന്നു. അവൾ പോയിട്ട് ആ അപ്പൻ്റെ അടുത്തിരിക്കുന്നു, ഒരു കൈമണി എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീ വരുന്നത്, ആ ലേഡി വരുന്നത്. അവർ വന്നു, അവരുടെ പെട്ടിയൊക്കെ തുറന്നു, അവർ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചു. കുഞ്ഞൊരമ്പലമാണ് കേട്ടോ. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചു, അവരുടെ ബാഗൊക്കെ ആയിട്ട് തുറന്നിരുന്നു. അത് തുറന്നപ്പോൾ ഉണ്ട് അവരുടെ കയ്യിൽ മൃദംഗം. സ്ത്രീയെ, ഒരു ലേഡിയാണ്, അവരുടെ കയ്യിൽ മൃദംഗം. അവരും കൂടെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആ അമ്പലത്തിലേക്ക് വരുന്ന എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുന്നു, വായിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കൈമണി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, എടുക്കുന്നു, കൊട്ടുന്നു, വായിക്കുന്നു, പാട്ട് അടിപൊളിയായിട്ട് പാടുന്നു. അവിടെ ആർക്കും ഒരു പരാതികളില്ല, ഭഗവാനോട് പരാതി പറയാനില്ല, പരിഭവം പറയാനില്ല. ഒരു മൈക്ക് സെറ്റിൻ്റെ ബഹളമാട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളുടെ പ്രശ്നങ്ങളാട്ടെ, അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള പ്രശ്നങ്ങളാട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ എന്താണ് പൈസ എല്ലാത്തിനും കൂടുന്നതിൻ്റെ കുറയുന്നതിൻ്റെയോ ഇല്ല, വണ്ടിയിലെ പ്രശ്നങ്ങളില്ല. ഈ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും ബാധിക്കാത്ത കുറേ മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ഒരു അമ്പലത്തിലെന്ന് വെച്ചാൽ ഇപ്പം എന്താണെന്നറിയാം, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വെക്കേഷൻ ടൈമല്ലേ, മക്കൾ ഫുട്ബോൾ കളിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഓരോരുത്തർ ഗ്രൂപ്പ് അമ്പലത്തിൽ നിറയെ ആളുണ്ടാവും, പക്ഷേ ഗ്രൂപ്പായിട്ട് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ 5 പേര് ഫ്രണ്ട്സ് എല്ലാവരോട് കൂടുന്നു, ഇരുന്ന് വർത്തമാനം പറയുന്നു, മൊബൈലിൽ നോക്കുന്നു, റീൽസ് എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളെയാണ് പറയുന്നത് കേട്ടോ. കുട്ടികൾ വരുന്നു, കളിക്കുന്നു. അങ്ങനെ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് അമ്പലപ്പറമ്പുകൾ. ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമുക്കൊരു ആ ഒരു സമൂഹത്തിൽപ്പെട്ട എല്ലാവരും അമ്പലത്തിലുണ്ടായിരിക്കുക. അവർ കുട്ടികൾക്കൊക്കെ കലാപരമായിട്ട് നല്ല ഗ്രൗണ്ടൊക്കെ ഉള്ള അമ്പലം. ഇപ്പം എൻ്റെ അമ്പലമൊക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം ഗ്രൗണ്ടുണ്ട്. അപ്പം അവിടെ കളിച്ച് അങ്ങനെ വളർന്നതൊക്കെ തന്നെയാണ് ഞാനും. പക്ഷേ ഇത് വേറൊരു ഫീലടാ. അപ്പം എന്താണെന്നറിയോ, ഇവിടെ വരുന്ന ആ 4 വയസ്സുള്ള കുഞ്ഞാവ്, ഒരു 5 വയസ്സ്, ശമ്പൂൻ്റെ എത്ര പ്രായമുള്ളൂ, 5 വയസ്സ്, അതിൽ കൂടുതലില്ല, 5 വയസ്സുള്ളൊരു കുഞ്ഞു തൊട്ട് ഏകദേശം ഒരു 95 വയസ്സ് വരെയുള്ള അപ്പൂപ്പന്, ആ ഒരു ഗ്യാപ്പുള്ള അപ്പൂപ്പൻ വരെ വരുന്നുണ്ട്. അത്രയും എന്ന് വെച്ചാൽ ആബാലവൃദ്ധൻ ജനങ്ങൾ. അവർ വന്നിട്ട് എല്ലാവരും പാടുന്നു. അപ്പോൾ ഒരാൾ പാടുന്നു, ആ പാട്ട് നിർത്തി കഴിയുമ്പോൾ അയാൾ ആരെങ്കിലും, ആ പാട്ടിൻ്റെ ലാസ്റ്റിലേക്ക് നിൽക്കുമ്പോഴത്തെ ആ പുള്ളി ആരെങ്കിലും നോക്കുന്നു, അപ്പോൾ അവരടുത്ത പാട്ട് പാടുന്നു. അപ്പം ഇനി ഇത് എല്ലാ ദിവസവും ഉണ്ടോ, ഇനിയും ആ പർട്ടിക്കുലർ ദിവസം, ഇതിപ്പം ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്, ആ ഞായറാഴ്ച മാത്രമുള്ള പരിപാടിയാണോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും അതൊരു കച്ചേരി സദസ്സായിട്ട് മാറി, മറ്റേ ഒരു ഭജനയുടെ സദസ്സായിട്ട് മാറി കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അവിടുന്ന് നമുക്ക് പോരാൻ തോന്നില്ല. എന്നാൽ ഒരു ആഡംബരങ്ങളാട്ടെ, കണ്ണിൽ കുത്തുന്ന ലൈറ്റുകളാട്ടെ ഒന്നുമില്ല. അവിടെ അമ്പലത്തിനുള്ളിൽ തെളിഞ്ഞിരിക്കുന്ന വിളക്കുകളുടെ പ്രകാശം മാത്രം. നമ്മൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്തെല്ലാം അത്യാവശ്യം നല്ല ഫാൻ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ആരും ഡ്രസ്സൊന്നും ഊരിയിട്ടില്ല, ആരും വേർത്തൊലിക്കുന്നില്ല. ഫാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ വിളക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാൻ ഇട്ടിട്ടുണ്ട്, ഒരു മൈൽഡ് കാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലത്തിൽ അമ്മമാരിരുന്ന് പൂ കെട്ടുന്നു, അവരും പാടുന്നു. അവരവരുടേതായ പണികൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരാൾ പാട്ട് നിർത്തി കഴിയുമ്പോൾ ഈ പൂ കെട്ടുന്ന അമ്മയും പാടുന്നുണ്ട്, മനസ്സിലായോ? അപ്പം അവരവരുടേതായ പരിപാടി നടക്കുന്നു. അപ്പോൾ സമയമാകുമ്പോൾ കൃത്യമായിട്ട് തിരുമേനി വന്ന് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു, അതാത് സമയത്ത് നിവേദ്യം നടത്തുന്നു, അതാത് സമയത്ത് ദീപാരാധന നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ കണ്ണിൽ മുമ്പിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ മ്യൂസിക്, ആ മ്യൂസിക്കിൻ്റെ നടുക്ക് നമ്മൾ ചെന്നിരിക്കുക. ഒന്ന് കേട്ടു നോക്കിയേ. ഈ ഒരു ഫീൽ എനിക്ക് എല്ലാ ദിവസവും കേൾക്കണം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ കേൾക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനവിടെ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ മാത്രമല്ല, അവിടെ ആ പാടിക്കൊണ്ടിരിക്കുന്ന അപ്പൂപ്പനടയ്ക്ക് ഫോൺ വരുന്നുണ്ട്, അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ഡെയിലി ലിവിങ് നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പാട്ടാണ് പാടിക്കോടിരുത് തന്നെ അവർ ചെയ്യുന്നുണ്ട് എല്ലാം. അല്ലാതെ ഫോൺ എടുക്കരുത്, അല്ലെങ്കിൽ പാടുമ്പം അനങ്ങരുത്, അങ്ങനെയൊന്നുമില്ല. ആ കുഞ്ഞുമോൾ ഓടി വന്ന് അവിടെ ഇരിക്കുന്നു, അവളുടെ ടൈം ആകുമ്പോൾ അവളും പാടി, മനസ്സിലായോ? ആ കുഞ്ഞു മോളൊരു ഹനുമാൻ സ്വാമിയുടെ പാട്ട് പാടിയിട്ട് അതും ഇവർ ഏറ്റുപാടുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ. മേ ബി അവരുടെ റൊട്ടീനായിരിക്കാം, അവർ ശീലിച്ച് വന്നതായിരിക്കാം, ഡെയിലി ഉള്ളതായിരിക്കാം, ഒക്കെ ശരി തന്നെ. പക്ഷേ
അത് എല്ലാ അമ്പലങ്ങളിലും, അതായത് വലിയ ഇപ്പോൾ ഗുരുവായൂരമ്പലം പോലുള്ള അമ്പലങ്ങളിലൊന്നും ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പ്രാക്ടിക്കലി. കാരണം ഈ നമ്മൾ കണ്ടില്ലേ, ക്യൂ തന്നെ നിൽക്കുമ്പോൾ തന്നെ പലർക്കും പല ക്യൂ അല്ലേ. പൈസ കൊടുത്തിട്ട് കയറുന്നവർക്ക് നേരെ നിന്ന് തൊഴാം, പൈസ കൊടുക്കാതെ പോകുന്നവർക്ക് കുറേ കഷ്ടപ്പെട്ട് നിന്ന് തൊഴണം. ഇപ്പം ഭഗവാനെ തൊഴാൻ വേണ്ടി പൈസ കൊടുത്ത് കയറണമൊക്കെ വേണ്ടി നമ്മുടെ സമയത്തിൻ്റെ ഇതുപോലെയാണ് അവരെല്ലാവരും ചെയ്യുക. പക്ഷേ ഇതുപോലെയുള്ള നാട്ടുമ്പുറങ്ങളിലുള്ള കുഞ്ഞമ്പലങ്ങളില്ലേ, പ്രത്യേകിച്ച് എൻ്റെ അമ്പലം പോലെയുള്ള അമ്പലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൾച്ചർ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് തോന്നുന്നത്. അവിടെ ഇല്ലേ, പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു വലിയ കാര്യം എന്താണെന്നറിയാമോ, അവിടെ തൂക്കുവിളക്കുകളുണ്ട്. പക്ഷെ ഒരു തൂക്കുവിളക്കിൽ പോലും എണ്ണ ഉറ്റി താഴെ വീണ് മെഴുക്ക് പിടിച്ച് കിടക്കുന്നില്ല. അല്ലെങ്കിൽ ആ എണ്ണ ഉറ്റാൻ വേണ്ടി എക്സ്ട്രാ ഒരു പാത്രം വെച്ച് ക്ലാവ് പിടിച്ചിരിക്കുന്നില്ല. നിവേദ്യം കഴുകുന്ന കിണറുണ്ടാവുമല്ലോ അമ്പലത്തിൽ, അതിൻ്റെ സൈഡിലോ തളത്തിലോ ഒന്നും ഈ നിവേദ്യത്തിൻ്റെ ചോറോ അല്ലെങ്കിൽ വെള്ളമോ കുഴകുഴാന്നോ അങ്ങനെ കിടക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം, നാട്ടുംപുറങ്ങളിലുള്ള എൻ്റെ അമ്പലം ഉൾപ്പെടെയുള്ള പല അമ്പലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് പോയതിന് ശേഷം ചന്ദനം എടുത്തിട്ട് മതിൽ തൂണിൽ തേച്ച് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും പല അമ്പലങ്ങളിലും നമുക്ക് പോയാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ അമ്പലങ്ങളിലാണ് ഞാൻ പറയുന്നത്, പോയാൽ നമുക്ക് അറയ്ക്കും ആ ഒരു എന്താണ് ആ തീർത്ഥം കുടിക്കാൻ. ആ തീർത്ഥം തരുന്ന കിണ്ടിന്നൊക്കെ, ആ കിണ്ടിയില്ലേ, കിണ്ടിയിലൊക്കെ ക്ലാവ് പിടിച്ച്, ഇതൊക്കെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാണണം നമ്മൾ. ഇവിടുത്തെ പ്രസാദമാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് പ്രസാദമായിട്ട് തന്നത് ഈന്തപ്പഴവും പാലും അതേപോലെ പഴവുമാണ് കേട്ടോ. പഴത്തിൻ്റെ ഒരു തുണ്ട് കഷ്ണവുമാണ് തന്നത് നമുക്ക്. എന്താ ചൂട് പാൽ ഒരു തുടം അവർ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചിങ്ങനെ തരുക ചെയ്യുന്നത് കേട്ടോ. എന്താ രസം എന്നറിയോ. ഞാനിതിപ്പോൾ മറ്റു കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകും എന്നറിയില്ല. അകത്തെ ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെയാണ് കേട്ടോ അവിടെ പാടിയത്. അപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇതൊക്കെ നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മമാരിരുന്ന് പരദോഷണം പറയാതെ മക്കളുടെയും കൊച്ചുമക്കളുടെ, ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിപ്പെണ്ണ്, അവളുടെ പാട്ടൊന്ന് കേൾക്കണം. അപ്പോൾ നാട്ടിൻപുറത്തെ കൊച്ചു വർത്താനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തിരുമേനിയോട് വരെയും പോയിട്ട് പരദൂഷണവും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ അല്ലാണ്ട് ഇവിടെ തിരുമേനി ആരോടും മിണ്ടിയിട്ടേ ഇല്ല. കാരണം ഇവർക്ക് ആർക്കും മിണ്ടാൻ സമയമില്ല. കണ്ടോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇങ്ങനെ ഇറങ്ങിപ്പോയി, എല്ലാവരും അവരവരുടെ കാര്യം ചെയ്യുന്നു. ഇവിടെ ചുറ്റമ്പലങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരു നാഗരാജാവും പിന്നെ ഈ ധന്വന്തരി മൂർത്തി മാത്രമേ ഉള്ളൂ. ആ അമ്പലം കണ്ടോ, ഒരു മെഴുക്കാട്ടെ, വെള്ളമാട്ടെ, എണ്ണയാട്ടെ, അല്ലെങ്കിൽ വേസ്റ്റാട്ടെ, പൂക്കളാട്ടെ, ഇലയാട്ടെ, ഒരു സാധനമില്ല, ഫുൾ ക്ലീൻ. നമുക്ക് നിലത്തിരുന്ന് ചോറുണ്ടാം, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അപ്പം അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ സാരി ഉടുത്തേ കയറാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കയറാം. മനസ്സിലായോ? അപ്പം അത്രയും പീസ്ഫുള്ളായിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു അമ്പലം. കുഞ്ഞമ്പലമാണ്, റോഡ് സൈഡിലാണ്, കുഞ്ഞമ്പലമാണ്. അപ്പം നമുക്ക് ഈ ഇത്രയും കാണുന്ന സ്ഥലമേ ഉള്ളൂ, ചുറ്റമ്പലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അവിടെ ആ കൽവിളക്കൊക്കെ ഉണ്ട്, ആ കൽവിളക്കിലൊക്കെ വിളക്കും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും എണ്ണ ഉറ്റി വന്നിട്ടില്ല, മഞ്ഞളിൻ്റെയോ കുങ്കുമത്തിൻ്റെയോ ചന്ദനത്തിൻ്റെയോ പാടുകളൊന്നുമില്ല. നല്ലൊരു പ്ലസൻ്റായിട്ട് നിറയെ പുക കുമിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമില്ല. വളരെ ലൈറ്റായിട്ടുള്ള പ്ലസൻ്റായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. അവിടുന്ന് തരുന്ന തീർത്ഥത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, ദൈവമേ, എത്രയോ നാളിന് ശേഷമാണ് അങ്ങനെ ഒരു തീർത്ഥം കുടിക്കുന്നതെന്ന് അറിയാമോ. അപ്പം കൈ നിറയെ അങ്ങനെ തീർത്ഥം തരുന്നു. ഒരു കിണ്ടിയിൽ നമ്മുടെ ഓടിൻ്റെ പാത്രത്തിൽ ഓടിൻ്റെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ കോരിക്കോരി തരുവാണ് കേട്ടോ. ഒരുപാട് അമ്പലങ്ങളുണ്ടായിരിക്കും കേട്ടോ, നല്ല അമ്പലങ്ങൾ, നല്ല ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറേ നാളിന് ശേഷം പോയതിൽ വെച്ചിട്ട് അത്രയും അടിപൊളി ഒരു അമ്പലമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കൊച്ചിയിൽ വന്നതിന് ശേഷം പല വലിയ അമ്പലങ്ങളിൽ ഞാൻ പോയി. വലിയ അമ്പലം എന്ന് വെച്ചാൽ വളരെ വലിയ അമ്പലങ്ങൾ തൊട്ട് നമ്മുടെ മീഡിയം അമ്പലങ്ങൾ വരെ ഞാൻ പോയി. പക്ഷേ എവിടെയും ഞാൻ ഈ വലുത് മീഡിയം എന്നൊക്കെ പറയുന്നതില്ലേ, ആൾക്കാരുടെ വരവിനെയാണ് കേട്ടോ. കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന ഗുരുവായൂരമ്പലം തൊട്ട് ഇപ്പം ഈ 15 പേര് മാത്രം വന്നിട്ടുള്ള ഈ അമ്പലം വരെ, അതിനിടയ്ക്കുള്ള ഒരു 15-ൻ്റെ 1 കോടിയുടെ ഇടയ്ക്കുള്ള അത്രയും ആൾക്കാർ വരുന്ന അമ്പലങ്ങൾ പലതിലും ഞാൻ ഇവിടെ പോയി. പക്ഷേ ഇവിടെ കിട്ടിയൊരു സുഖം വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അത്രയ്ക്കും അടിപൊളി ഒരു അമ്പലം. നട പൂട്ടി കണ്ടോ, നട അടച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്നു എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷം വിഷു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും ഡ്രസ്സ് വിഷുക്കോടിയൊക്കെ എടുത്തു. പക്ഷേ കുഞ്ഞു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്നാലും എനിക്കിന്ന് ഷോപ്പിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു സാധനം മേടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അത്രയും പോസിറ്റീവായിട്ടൊരു ദിവസം. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചടിച്ച് വയ്യാണ്ടായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. ഇപ്പം ഇവിടെ ശംഭുവിൻ്റെ സ്റ്റേഷനറി കുറച്ച് മേടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു.
അത്രയും സന്തോഷം, നല്ല നല്ല സുഖമുള്ളൊരു ഈവനിങ് ആയിരുന്നു. ഇപ്പം എന്തായാലും ഉറപ്പിച്ചു, നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഇവിടെ പോയിരിക്കും. ഈ ഒരു ഭജനയൊക്കെ എല്ലാ ദിവസവും ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ പങ്കുവെച്ചിരിക്കുന്നത്. ഇഷ്ടമായ കൂടെ ഉണ്ടാവണേ.